ഹലോ നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും പേടിക്കുന്ന ഒരു സമയമാണ് മഴക്കാലം. പ്രത്യേകിച്ച് കടലാസ് പൂക്കളെ സംബന്ധിച്ച് മഴ തുടങ്ങിയാൽ ചെടിയിൽ ഇലകൾ കൂടുമെന്നല്ലാതെ പൂക്കൾ തീരെ കുറവായിരിക്കും. പക്ഷേ ഈ മഴക്കാലത്ത് നിങ്ങളുടെ കടലാസ് പൂക്കൾ നിറയെ പൂക്കാനും ചെടികൾ ഉഷാറായി ഇരിക്കാനും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ചട്ടിയിലെ വെള്ളം വാർന്നു പോകുന്നുണ്ടോ എന്നാണ്. വെള്ളം കെട്ടി നിന്നാൽ വേര് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചട്ടിയിൽ അടിയിൽ ഓരങ്ങൾ അടഞ്ഞിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുക. നിലത്താണ് ചെടി നിൽക്കുന്നതെങ്കിൽ ചുവട്ടിൽ വെള്ളം നിൽക്കാത്ത രീതിയിൽ മണ്ണ് കൂട്ടി കൊടുക്കാം. അതുപോലെ തോട്ടത്തിൽ ഏറ്റവും കൂടുതൽ വെയിൽ കിട്ടുന്ന ഭാഗത്ത് ചട്ടികൾ മാറ്റി വെക്കാൻ ശ്രദ്ധിക്കുക. വെയിൽ തീരെ കുറഞ്ഞാൽ പൂക്കൾ ഉണ്ടാവില്ല. ഇനി വെയിൽ തീരെ കിട്ടാത്ത സ്ഥലത്താണ് നിങ്ങളുടെ ചെടി ഇരിക്കുന്നതെങ്കിൽ മണ്ണ് നന്നായി ഉണങ്ങിയെന്ന് കണ്ടാൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. തണലത്തിരിക്കുന്ന ചെടികൾ അമിതമായ വെള്ളം കിട്ടിയാൽ അത് പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ചെടിയിൽ അധികമായി വരുന്ന ഇലകൾ ഇടയ്ക്കിടെ നുള്ളിക്കളയുന്നത് വേരുകളിലേക്ക് കാറ്റും വെളിച്ചവും എത്താൻ സഹായിക്കും. പറ്റുമെങ്കിൽ മഴ കിട്ടാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. മഴവെള്ളം അധികം വീണാൽ പൂക്കൾ ഉണ്ടായാൽ പെട്ടെന്ന് കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മഴക്കാലത്ത് മണ്ണ് എപ്പോഴും നനഞ്ഞിരിക്കുന്നത് കൊണ്ട് ചില മണ്ണ് കട്ടിപിടിച്ച് പോകാൻ സാധ്യതയുണ്ട്. ഇത് വേരുകളിലേക്ക് എത്തുന്ന ഓക്സിജൻ തടയുന്നു. അതുകൊണ്ട് മാസത്തിൽ 2 തവണയെങ്കിലും ഒരു ചെറിയ കമ്പ് ഉപയോഗിച്ച് ചുവട്ടിലെ മണ്ണ് പതുക്കി ഇളക്കി കൊടുക്കുന്നത് വേരുകൾ ഉഷാറാകുവാനും ചെടികൾ നന്നായി വളരുവാനും സഹായിക്കും. മഴ തുടങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ മഴയുടെ തുടക്കത്തിൽ ചെറിയ രീതിയിൽ കമ്പുകൾ പ്രൂണിങ് ചെയ്യാവുന്നതാണ്. ഇത് പുതിയ ശിഖരങ്ങൾ വരാനും കൂടുതൽ പൂക്കൾ ഉണ്ടാകാനും സഹായിക്കുന്നു. മഴയ്ക്ക് മുമ്പ് തന്നെ ചെയ്യണം. മഴ തുടങ്ങിയതിന് ശേഷം ചെയ്യാൻ പാടില്ല. അപ്പോൾ പൂക്കൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പൂക്കൾ ഒരുപാടുണ്ടാവുന്നത് വെയിലുള്ളപ്പോഴാണ്. എന്നാലും ഇതുപോലെയൊക്കെ നമ്മൾ സംരക്ഷിച്ചാൽ പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കും. മഴക്കാലത്ത് പുതിയ കമ്പുകൾ മുറിച്ച് നടാൻ പറ്റിയത് ഏറ്റവും നല്ല സമയമാണ്. പെട്ടെന്ന് പിടിച്ചു കിട്ടും കമ്പുകൾ. മഴക്കാലത്ത് ചെടികൾ കാട് പോലെ വളർത്തരുത്. ചെറിയ തോതിൽ വെട്ടി ഒതുക്കി കൊടുക്കണം. അതുപോലെ തന്നെ വളങ്ങൾ കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഴ കിട്ടുമ്പോൾ ചെടിയുടെ ചുവട്ടിൽ അനാവശ്യമായ പുല്ലുകൾ വളരാൻ തുടങ്ങും. ചെടിക്ക് കിട്ടേണ്ട വളം അത് വലിച്ചെടുക്കും. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെടിയുടെ ചുവട് വൃത്തിയായി കൊടുക്കാൻ ശ്രദ്ധിക്കുക. മുട്ടത്തണ്ട് പൊടിച്ച് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് കടലാസ് പൂവിന് നല്ലതാണ്. ഇതിലെ കാൽസ്യം ചെടിയുടെ തണ്ട് ബലപ്പെടുത്താനും പൂക്കൾക്ക് നല്ല നിറം കിട്ടാനും സഹായിക്കും. മഴയുള്ളപ്പോൾ ചാണകപ്പൊടി പോലെയുള്ള നൈട്രജൻ വളങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ചാരം അല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് കുതിർത്തതിൻ്റെ തെളി വളരെ കുറഞ്ഞ അളവിൽ നൽകാവുന്നതാണ്. ഇത് പൂക്കൾ വരാൻ സഹായിക്കും. മഴക്കാലത്ത് ഫംഗസ് വരാൻ സാധ്യതയുള്ളതിനെ കൊണ്ട് മാസത്തിലൊരിക്കൽ ഏതെങ്കിലും ഫംഗിസൈഡ് സ്പ്രേ ചെയ്യുന്നതും നല്ലതായിരിക്കും. ഈ മഴക്കാലത്ത് നിങ്ങളുടെ കടലാസ് പൂക്കളെ ഇതുപോലെ ഒന്ന് പരിചരിച്ച് നോക്കൂ. തീർച്ചയായും നല്ല മാറ്റം കാണാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ ഗാർഡനിങ് അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.